ഒരു സാറിന്റെ സിൽവർ കോഴ്സ് എടുക്കാൻ പോകുന്നത് വലിയൊരു ഇൻസിഡന്റ് ആണ്. സാറിന്റെ ക്ലാസ് വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് സീറോ. അപ്പോൾ സീറോ മൈനസ് ആണെന്ന് തോന്നുന്നു, സീറോ. അപ്പോൾ സാറ് ഓഫർ ഇട്ടു, ഇപ്പം തന്നെ പേയ്മെന്റ് ചെയ്യണം. ഞാൻ എന്തായാലും പേയ്മെന്റ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കറിയാം, പർപ്പസ്ഫുള്ളി അറിയാം അത് പേയ്മെന്റ് നടക്കില്ല എന്ന്. പക്ഷേ എൻ്റെ അറ്റംപ്റ്റ് ആരെങ്കിലും കാണും എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനത് പേയ്മെന്റ് കാണിച്ചു. ഫെയിലായി. ഗൂഗിൾ പേ വഴി ചെയ്തു, ഫെയിലായി. തൊട്ടടുത്ത ദിവസം സാറിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, പേയ്മെന്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ഫെയിലായി പോയതായിട്ട് കാണുന്നു. കുഴപ്പമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് എടുക്കണം ഒന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എവിടെ നിന്ന് ഫണ്ട് വരുമെന്നറിയില്ല. എൻ്റെ റണ്ണിങ് ബിസിനസ്സിൽ നിന്ന് ഏതോ ഒരു കസ്റ്റമർ എനിക്ക് അയച്ച പേയ്മെന്റ് ഉടനെ ഒരു അരമണിക്കൂറിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ വന്നു. ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, റെന്റ് കൊടുത്തിട്ടില്ല, സാലറി കൊടുത്തിട്ട് ഒന്നും ആലോചിച്ചില്ല. ആ ഫണ്ട് എടുത്ത് സാറിന് അയച്ച സിൽവർ എടുക്കുന്നത് അത് തന്നെയാണ് ആദ്യത്തെ അസറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഓഫ്ലൈൻ മീറ്റിൽ നിന്ന് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തി 2 ദിവസത്തിനകത്ത് തന്നെ ഞാനൊരു പുതിയ സിം എടുത്ത് ഓഫീസ് കാര്യങ്ങൾ ഫുള്ളും അതിലോട്ട് മാറ്റി. അപ്പോൾ തന്നെ വലിയൊരു ചേഞ്ച്, ഒരു മനസ്സമാധാനം എന്നുള്ളത് അനുഭവിക്കാൻ തുടങ്ങി. പിന്നീട് കുറച്ചുകൂടെ ക്ലാരിറ്റി എൻ്റെ ലൈഫിൽ കിട്ടി തുടങ്ങി. മാനസികമായിട്ട് ഒരു അടിത്തറ കിട്ടി. ബേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുന്നിലോട്ട് ഒരു കോള് വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നിലോട്ട് ഒരു ലീഡ്സ് വന്നാൽ, എനിക്ക് വളരെ സന്തോഷത്തോടെ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അവരോട് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആ ലീഡ്സ് എല്ലാം വളരെ സന്തോഷത്തോടെ ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനുശേഷം എനിക്ക് എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലൂടെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ സാറിൻ്റെ സ്ക്രീൻ ഇത് ഷെയർ ചെയ്തിടാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ സീറോ ആക്കി തുടങ്ങി. ഹായ് രാകേഷ്, നമ്മുടെ ഹോളോ ഫ്രെയിമിലേക്ക് ഹാദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇൻസ്പയർ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, കാൽസോൾ ഫാമിലിയിലേക്ക് എപ്പോഴാണ് രാകേഷ് എത്തിയത്? ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ സ്ട്രഗിളിലൂടെയാണ് കടന്നുപോയത്? സാർ, ഇത് ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു പറയുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു കാൽസോളിലോട്ട് എത്തുന്നത്, ഞാൻ ഓൾറെഡി ഒരു 10-13, ഇതിപ്പം 14ാമത്തെ വർഷമാണ് ഒരു ബിസിനസ് റൺ ചെയ്യുകയാണ്. മൊബൈലിന്റെ ടെക്നീഷ്യൻ കോഴ്സും മൊബൈലിന്റെ സർവീസ് സെന്റർ റൺ ചെയ്യിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. യാദൃച്ഛികമായിട്ട് ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് എനിക്ക് മാറാൻ ഒരു അവസരം കിട്ടി. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യായിരുന്നു. പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറായിട്ട് നിന്ന ആള് ഒരു പീക്ക് സ്റ്റേജ് ആയപ്പോൾ നിർത്തിയിട്ട് പോയി. പിന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഓൺലൈനിലൂടെ എങ്ങനെ ബിസിനസ്സിനെ വളർത്താമെന്നുള്ളൊരു സാറിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാനത് സിൽവറിൽ മെമ്പർഷിപ്പിലോട്ട് വരുന്നത്. സിൽവർ മെമ്പർഷിപ്പിലോട്ട് വരുന്നത് എന്ന് വെച്ചാൽ 2024 മാർച്ചിലാണ് തോന്നുന്നു. എന്തായാലും ഫെബ്രുവരി മാർച്ച് ആ ഒരു മാസത്തിലാണ് അതിലോട്ട് ഞാൻ വന്നു. അങ്ങനെ 1-2 മാസം ഞാൻ ഇത് സാറിൻ്റെ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. തുടർന്ന് ഞാൻ കുറച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ പുറത്ത് ബാംഗ്ലൂരിൽ പോയി ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അത് ഈ ഒരു എൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് ഇതിനെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എങ്കിൽ തന്നെയും ഒരു ഗ്രോത്തിലോട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് സാറിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി സാറിൻ്റെ ഓഫ്ലൈൻ മീറ്റ് നടക്കുന്നത് ഞാൻ അറിയുന്നത്. ഓഫ്ലൈൻ മീറ്റ് നടക്കുന്നത് അറിയുന്നത് തന്നെ നാളെയാണെങ്കിൽ ഇന്നാണ് രാത്രി 9 മണിക്ക് ഞാൻ കിടക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ വളരെ വിഷമത്തിൽ അങ്ങൊരു എന്താ പറയുക, മാനസികമായിട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ. കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ നോക്കുമ്പോൾ നാളെ സാറിൻ്റെ ഈവൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണുന്നു. അപ്പോൾ എനിക്കത് എന്താണെന്ന് അറിയണം. സാർ അപ്പോൾ ഇങ്ങനെ ഒരു ഈവൻ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിലൊരു ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടാകും, വാല്യൂസ് ഉണ്ടാകും എന്ന് അറിയണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊരു പെയ്ഡ് ഇതായിരുന്നു, ഓഫ്ലൈൻ മീറ്റ് ആയിരുന്നു. അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് ആ ഒരു എമൗണ്ട് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ആയിരുന്നു. ഒരു 100 രൂപ പോലും എനിക്ക് ബാലൻസ്, എൻ്റെ ബിസിനസ് വലിയൊരു എമൗണ്ട് മുടക്കിയിട്ടാണ് നടത്തുന്നത്. ഒരു 100 രൂപ പോലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ സാർ എനിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ടിക്കറ്റ് ഇഷ്യൂ. പക്ഷെ ഞാൻ അത് അറിഞ്ഞപ്പോൾ തന്നെ വൈകിപ്പോയി. കാരണം വെച്ചാൽ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് എത്താനുള്ള ഒരു സമയം പോലും എനിക്ക് കിട്ടും എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ വോയിസ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, പേടിക്കണ്ട, നോ ടെൻഷൻ, ക്യാഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കയറി പോര് എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വല്ലാതൊരു ഫീൽ ചെയ്തു. ഞാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരാൾ നമ്മളിങ്ങനെ കൈപിടിച്ച് ഉള്ളിലോട്ട്
കയറ്റാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടി. ആ ഒരു ഫീലിങ്സ് കിട്ടിയപ്പോൾ എനിക്ക് എന്തായാലും രാത്രി 10 മണിയായപ്പോഴാണ് ഞാൻ ഇതൊരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ എനിക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് പോലും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞതും സാറിന്റെ ഒരു വിത്തിൻ 5 മിനിറ്റ്സിൽ എനിക്ക് ടിക്കറ്റ്, ഓഫ്ലൈൻ ടിക്കറ്റ് കിട്ടി. പിന്നീട് എനിക്ക് അങ്ങോട്ട് വേറൊരു ലെവലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടില്ല അവിടെ എത്തിപ്പെടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. രാത്രി തന്നെ ടിക്കറ്റൊക്കെ നോക്കി. ഒന്നാമത്തെ കാര്യം, കയ്യിൽ ഫണ്ടില്ല. എനിക്കൊരു ടിക്കറ്റ് എടുത്ത് എറണാകുളത്ത് എത്താൻ പോലും കഴിയാത്തത്ര ഒരു സ്ട്രഗിളായിരുന്നു. അപ്പൊ എങ്കിൽ തന്നെ ഞാൻ എത്തുമെന്ന് ഉറപ്പിച്ചു. രാവിലെ 5 മണിക്കുള്ള ട്രെയിനിൽ കയറിയിട്ട് ഞാൻ എറണാകുളത്തോട്ട് എത്തുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി. എനിക്ക് ആ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ആണ് ശരിക്കും എന്നെ ലൈഫിൽ ചേഞ്ച് ചെയ്യിച്ചത്. ഒരുപാട് പേരുടെ ആൾക്കാരുടെ ആ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് അവിടെ നിന്ന് എനിക്ക് തൊട്ടറിയാൻ പറ്റി. അവിടുത്തെ കിട്ടിയ ഫീലിങ്സ്, ഞാൻ അവിടെ നിന്ന് സാറിന്റെ ഒരു എൻട്രൻസ്, ഞാൻ അവിടുത്തെ ഡോർ തുറന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ സാറ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തു. എല്ലാവരോടും നോ പറയാൻ നമ്മൾ പഠിക്കണം. പ്രൊഫഷണലി നോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ എന്ന്. അതെനിക്ക് വല്ലാത്തൊരു ഫീൽ. ഞാൻ പല സാഹചര്യത്തിലും എന്നോട് തന്നെ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ നോ പറയാറില്ല. ആരെന്ത് സഹായം ചോദിച്ചാലും എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ യെസ് യെസ്. അത് പക്ഷെ എനിക്ക് ഭാവിയിൽ പിന്നെ അത് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അന്നും മുതൽ ആ ഓഫ്ലൈൻ മീറ്റ് കഴിഞ്ഞ് ഞാൻ വളരെ വിഷമിച്ചിട്ടാണ് അവിടെ ഇരുന്നത് തന്നെ. എനിക്ക് പൈസ തരാതെ വന്ന ഒരു വിഷമം. പിന്നെ രണ്ടാമത് ഞാൻ ഒന്നുമല്ല, ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ള തോന്നി. ഏറ്റവും പുറകിൽ, ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും അറ്റത്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തന്നെ പറഞ്ഞു, ഇപ്പോൾ എത്രയും പുറകെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നൊരു തോന്നൽ കിട്ടി. അപ്പോൾ അന്ന് മുതൽ ഈ നോ എന്നുള്ളൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നോ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സമയം മിച്ചം കിട്ടി തുടങ്ങി. കാരണം വെച്ചാല് ഒരു ദിവസം എനിക്ക് എന്നെ കൊണ്ട് ഒരു 5 മിനിറ്റ് പോലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് നോവൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്കിതിൽ കിട്ടിയ ഫസ്റ്റ് ഒരു എൻ്റെ ഉൾക്കണ്ണ് തുറന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സാറ് പറയുന്നത് പോലെ നമ്മൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ നിന്ന് നമ്മൾ ലീവ് എടുക്കാൻ പഠിക്കണം. ഞാൻ നമ്മുടെ ഈ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു സർവീസിംഗ് മേഖല എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയാൽ കസ്റ്റമറുടെ ഫോൺ കോളുകളുടെ ഒരു തിരക്കിലോട്ട് നമ്മൾ പെട്ട് അങ്ങനെ അവരുടെ ജേണിയിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഓഫ്ലൈൻ മീറ്റിൽ നിന്ന് ഇവിടെ നാട്ടിലെത്തി 2 ദിവസത്തിനകത്ത് തന്നെ ഞാനൊരു പുതിയ സിം എടുത്ത് ഓഫീസ് കാര്യങ്ങൾ ഫുള്ളും അതിലോട്ട് മാറ്റി. അപ്പോൾ തന്നെ വലിയൊരു ചേഞ്ച്, ഒരു മനസ്സമാധാനം എന്നുള്ളത് അനുഭവിക്കാൻ തുടങ്ങി. പിന്നീട് കുറച്ചുകൂടെ ക്ലാരിറ്റി എൻ്റെ ലൈഫിൽ കിട്ടി തുടങ്ങി. പിന്നീട് സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും, പണ്ടൊക്കെ ഞാൻ സിൽവറിൽ വന്നതിന് ശേഷം ഞാൻ വലുതായിട്ട് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സുകളും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സാറിൻ്റെ ഡയമണ്ട് ഷോക്കേസ്, അതെനിക്ക്, എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ എനിക്ക് അതിലിട്ട് വരണം. മനസ്സിൽ എപ്പോഴും പറയും, വരും വരും വരും. സാർ എപ്പോഴും പറയാറുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നടക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് നടന്നു. ഓഗസ്റ്റ് മാസം, ജൂണിൽ ഓഫ്ലൈൻ മീറ്റ് കഴിഞ്ഞു. ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് ബൂട്ട് ക്യാമ്പിൽ സാർ അത് അനൗൺസ് ചെയ്തിട്ട് ഇരിക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഇപ്പം ഫണ്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും വരണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാകും എന്ന് സാറ് പറഞ്ഞു. പക്ഷെ ഇടയ്ക്ക് ഒരു സാറിൻ്റെ ഒരു മെസ്സേജും ഉണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് ഒണ്ടോൺ എടുത്തപ്പോൾ സാറ് പറഞ്ഞിരുന്നു, ഡയമണ്ടിലോട്ട് കയറി പോരൂ എന്ന്, എല്ലാ പ്രശ്നങ്ങളും മാറും. അതെനിക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് കൂട്ടി. എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു മനസ്സിന്റെ ഒരു ചേഞ്ച് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വേറെ എന്തൊക്കെയോ നടക്കാൻ പോകുന്ന ഒരു തോന്നൽ എനിക്ക് തോന്നി. അതിനുശേഷം ഇങ്ങോട്ട് സ്മൂത്ത് ആയിരുന്നു. സ്മൂത്ത് എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിളിങ് തന്നെയാണ്. പക്ഷേ എങ്കിലും മാനസികമായിട്ട് ഒരു അടിത്തറ കിട്ടി, ബേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുന്നിലോട്ട് ഒരു കോള് വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നിലോട്ട് ഒരു ലീഡ്സ് വന്നാൽ എനിക്ക് വളരെ സന്തോഷത്തോടെ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അവരോട് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആ ലീഡ്സ് എല്ലാം വളരെ സന്തോഷത്തോടെ ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനുശേഷം വളരെ കുറച്ച് ലീഡ്സേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളുടെ സർവീസ് എന്ന് വെച്ചാൽ എല്ലാം ഈ പറഞ്ഞ പോലെ ഓഫ്ലൈനിൽ വരുന്നതാണ്. ഓഫ്ലൈൻ ട്രെയിനിങ്സ് ആണ് കൂടുതലും ഉള്ളത്. അതിന് സാറിൻ്റെ ഡയമണ്ട്സ് കിട്ടിയതിന് ശേഷം ഓൺലൈനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിംഗ് എല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു. അത് ഒരു സൈഡ്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു ഓർഗാനിക് വരുന്ന ലീഡ്സുകളെല്ലാം വളരെ ഹാപ്പിയിലാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലൂടെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ സാറിൻ്റെ സ്ക്രീൻ ഇത് ഷെയർ ചെയ്ത് തരാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ സീറോ ആക്കി തുടങ്ങി. കാരണം വെച്ചാൽ സാമ്പത്തിക ബാധ്യതകളെല്ലാം എനിക്കൊരു 7 ടാസ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 3 തന്നെ സീറോ ആയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് എന്നെ പിടിച്ച് മാറ്റിയ ഒരു സംഭവം. അപ്പൊ എനിക്കറിയാം കുറച്ച് ലീഡ്സും നന്നായിട്ട് അത് ഓൺലൈനിൽ സെർവ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ സക്സസ് ആണെന്നുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് ഈ ഒരു കാൽസൂളിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ്. ഇപ്പോ
എന്തിനും എനിക്ക് സമയമുണ്ട്. അതാണ് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് നടത്തുന്നതിന് എനിക്ക് സമയമുണ്ട്. ഇപ്പം ഞാൻ റണ്ണിങ്ങിൽ എൻ്റെ സ്റ്റുഡൻസ് അപ്പുറത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും സമയമുണ്ട്. ഓരോ ദിവസവും വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ സാധാരണഗതിയിൽ പണ്ടൊക്കെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നത് 10 മണി 11 12. പക്ഷെ അത്രയും ക്ഷീണിച്ചിട്ട് ചെന്ന് കിടന്നിട്ട് പിറ്റേന്ന് എണീറ്റ് വരുമ്പോൾ ഭയങ്കര ഹെഡ് വെയിറ്റും ഹെഡ് ഏക്കും ആയിട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഉച്ചവരെ ക്ലാസ് ഉണ്ട്. അതിനുശേഷം എൻ്റെ ഒരുപാട് പ്രിപ്പറേഷന് കുറച്ച് ഞാൻ സമയം എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാറുണ്ട്. വീണ്ടും വരാറുണ്ട്. വളരെ സന്തോഷമായിട്ട് പോകുന്നു. നല്ലൊരു മൈൻഡ് സെറ്റാണ്. വളരെ വളരെ താങ്ക് യു സാറിൻ്റെ. പിന്നെ ഓരോ കരുതലും എന്നെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. സാറ് ഒരുപാട് വാക്കുകളൊന്നും പറയാറില്ല. വളരെ കുറച്ച് വാക്കുകളേ പറയുള്ളൂ. പക്ഷെ അത് കൊള്ളുന്ന വാക്കുകൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മീറ്റിങ്ങും കളയാറില്ല. ഇന്നലത്തെ ഒരു മീറ്റ് ഒഴിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു ക്ലാസ് പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യാൻ 100% ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്നെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏരിയയിലൂടെയൊക്കെ പറയും. എനിക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നതിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ സാറിനോട് സംസാരിക്കുന്ന തൊട്ട് മുന്നേ പോലും ഞാൻ പ്രിപ്പറേഷൻ നടത്തി. പകുതിയോളം ഒരു 7-8 ട്രയൽ നടത്തിയെങ്കിലും ഫ്ലോപ്പായി. പക്ഷെ ഞാൻ ചെയ്യും, അച്ചീവ് ചെയ്യും. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ തന്നെയാണ് സാർ. Yes, വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ കാൽസോൾ വിഭാവനം ചെയ്യുന്നത് പോലെ ഒരു ഫ്രീഡത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നതിൽ തന്നെ വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ട് വന്നു, സിൽവർ കോഴ്സ് എടുത്തു. അതിനുശേഷം നമ്മുടെ 10 days വീഡിയോ ചലഞ്ച്, ആ ഒരു വീഡിയോയിലേക്ക് വരുന്ന ട്രാൻസ്ഫർമേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സാർ ശരിക്കും പറഞ്ഞാൽ 10 days ഫസ്റ്റ് തുടങ്ങി. 3 ദിവസമായപ്പോൾ നാണക്കേട് കൊണ്ട് നിർത്തി. ഉം. രണ്ടാമത്തത് തുടങ്ങി 3-4 ദിവസമായപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു ഫാമിലിയിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു കാരണം അങ്ങനെ നിർത്തി. മൂന്നാമത് തുടങ്ങി. അതും ഒരു 4 ദിവസമായപ്പോൾ നിർത്തി. ഇപ്പം നാലാമത്തത് 7 ദിവസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ ഒരു മടിയൊന്നുമില്ല. ഒരു ഫോൺ കിട്ടിയാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചിത്ര മാഡം പറഞ്ഞ പോലെ എവിടെ നിന്നാലും ഫോൺ എടുത്ത് നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു ഫോളോ അപ്പ് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതൊരു കോൺഫിഡൻസ് വേറെ ലെവലിലാണ്. നമുക്ക് തുറന്ന് പറയാൻ നമ്മുടെ ഉള്ളിൽ സാറ് എപ്പോഴും ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളപ്പോൾ നമുക്കൊരു ഫോൺ എടുക്കുമ്പോൾ ഒരു സുഖത്ത് പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തും എവിടെ നിന്നും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ 10 ഡേയ്സിലൂടെ കിട്ടിയ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മൾ സാധാരണ രീതിയിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ വിട്ട് കളയും. പക്ഷെ അത് വീണ്ടും വീട്ടുകളെ ട്രൈ ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ടും പ്രത്യേകിച്ച് തീർച്ചയായും അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും സാറ് പറയും, ഒരു സൈഡിൽ പറയും. അപ്പൊ ഒരാൾ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് നമുക്കായിരുന്നു. പക്ഷെ വേറൊരാൾ പറയുമ്പോഴാണ് നമുക്കതൊരു ഇതായിട്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ഓഫ്ലൈൻ മീറ്റ് വന്നപ്പോഴെല്ലാം ചോദിച്ചു 10 days ചെയ്തായിരുന്നോ? ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എല്ലാവരും ഒറ്റ വാക്ക് 10 days ചെയ്തായിരുന്നോ. അപ്പൊ പിന്നെ തോന്നി ഇനിയിപ്പോ ഇത്രയും പേര് 10 days പറയുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്ന മോശമല്ലേ, അല്ലെങ്കിൽ ഇനി അടുത്ത അവരുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ 10 days ചെയ്തില്ലെന്ന് അങ്ങനെ പറയും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും അവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള സിയറ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ തൊട്ടടുത്ത ദിവസം അടുത്ത ദിവസം വരുന്ന എല്ലാവർക്കും ഓഫ്ലൈനിൽ അടുത്ത ദിവസം നമ്മളെ മീറ്റിങ്ങിന് വന്ന എല്ലാവരും മെസ്സേജ് അയച്ചു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും വീഡിയോ മെസ്സേജ്. അപ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക് ചെയ്യാൻ തുടങ്ങി. ആ 10 days ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞ അതെ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കും പോലെ വീഡിയോ മെസ്സേജിലൂടെ മാത്രമാണ് സംസാരിച്ച് വരുന്നത്. അതുകൊണ്ട് ഇപ്പം എല്ലാം സാറ് പറയുമ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും നോർമലാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മളുമായിട്ട് യൂസ്ഡായി തുടങ്ങി. ഇനി കുറച്ചുകൂടെ ഒരു ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടെ ഒന്ന് പഠിക്കണം. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തു വരുന്നു. വളരെ സന്തോഷം. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് ഒരു നല്ല പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ പോയി തുടങ്ങി എന്ന് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ യെസ് സർ. നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം റവന്യൂ സൈഡിൽ എങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്? ഞാൻ സാറിന് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്ന പോലെ സാറിൻ്റെ ആ ഫസ്റ്റ് മീറ്റിംഗ് ഒരു സാറിൻ്റെ സിൽവർ കോഴ്സ് എടുക്കാൻ പോകുന്നത് വലിയൊരു ഇൻസിഡൻ്റ് ആണ്. സാറിൻ്റെ ക്ലാസ് വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് 0. അപ്പോൾ 0 മൈനസ് ആണെന്ന് തോന്നുന്നു, 0. അപ്പോൾ സാറ് ഓഫർ ഇട്ടു, ഇപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കറിയാം, പർപ്പസ്ഫുള്ളി അറിയാം അത് പേയ്മെൻറ്റ് നടക്കില്ല എന്ന്. പക്ഷേ എൻ്റെ അറ്റംപ്റ്റ് ആരെങ്കിലും കാണും എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനത് പേയ്മെൻറ്റ് കാണിച്ചു. ഫെയിലായി. ഗൂഗിൾ പേ ചെയ്തു, ഫെയിലായി. തൊട്ടടുത്ത ദിവസം സാറിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ഫെയിലായി പോയതായിട്ട് കാണുന്നു, കുഴപ്പമില്ല ഒന്നുകൂടെ ട്രൈ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് എടുക്കണം ഒന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എവിടെ നിന്ന് ഫണ്ട് വരുമെന്നറിയില്ല. എൻ്റെ റണ്ണിങ് ബിസിനസ്സിൽ നിന്ന് ഏതോ ഒരു കസ്റ്റമർ എനിക്കൊരു അയച്ച പേയ്മെന്റ് ഉടനെ ഒരു അരമണിക്കൂറിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ വന്നു. ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, റെന്റ് കൊടുത്തിട്ടില്ല, സാലറി കൊടുത്തിട്ട് ഒന്നും ആലോചിച്ചില്ല. ആ ഫണ്ട് എടുത്ത് സാറിന് അയച്ച സിൽവർ എടുക്കുന്നത്. അത് തന്നെയാണ് ആദ്യത്തെ അസറ്റ്. അപ്പോൾ ആ ഒരു 0 ആയിരുന്നില്ല. ഇപ്പോൾ ബാങ്കിൽ ഒരു ബാലൻസ് എന്ന് പറയാൻ ഒന്നുമില്ല.
സീറോ എപ്പോൾ നോക്കിയാലും സീറോ, സീറോ മൈനസ്, സീറോ മൈനസ് ഈ ഒരു സെറ്റ്. കാരണം വെച്ചാൽ അത്യാവശ്യം വരുന്നതെല്ലാം നമ്മൾ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോയിക്കൊണ്ടിരുന്നു. എക്സ്പെൻസ് കവറായി വരാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ വളരെ സന്തോഷം. ഇപ്പോഴത്തെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നോക്കണമെങ്കിൽ 2,88,000 കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത എമൗണ്ടിൽ നിന്ന് തന്നെ ഞാൻ രാവിലെ സാറ് എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ തന്നെ ഞാനത് അത് ഇതിനു മുൻപ് എൻ്റെ ഓട്ടോമാറ്റിക് ഡാറ്റാസ് എല്ലാം പ്രിപ്പയർഡ് ആണ്. ഓക്കെ. അപ്പോൾ നിലവിൽ സീറോ ആയിരുന്ന അക്കൗണ്ട് ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഒരു 5,000 രൂപ ബാലൻസ് എൻ്റെ അക്കൗണ്ടിലുണ്ടാവും. ചെലവ് കഴിച്ച്, വീട്ടിലെ ചെലവ് കഴിച്ച്, കടങ്ങൾ മുഴുവനായിട്ട് തീർന്നിട്ടില്ല. ബാധ്യതകൾ വലിയൊരു ബാധ്യത ഉണ്ട്. എങ്കിൽ തന്നെയും സ്റ്റാർട്ടിങ് എന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓർഡർ ഓർഡറായിട്ട് തീർക്കണം. സാർ എപ്പോഴും പറയില്ല, ഒരു പ്ലാനിങ് ഉണ്ടാവും. പ്ലാൻ ഇപ്പോൾ ഉണ്ട്. പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഒരു ഡയമണ്ടിൽ വന്നതിൻ്റെ, ഞാൻ ഡയമണ്ട് എടുക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർ ആയിരുന്നു ഇത് എടുക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ. അപ്പം തുടങ്ങി ഞാനൊരു ഡാറ്റ ഷീറ്റ് സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ എത്രയാണ് എൻ്റെ കറണ്ട് ബാധ്യത, ഇനി നമുക്ക് എത്ര ദിവസത്തിൽ അച്ചീവ് ചെയ്യണം, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ അത് തുടങ്ങുമ്പോൾ എല്ലാം സീറോയിലായിരുന്നു തുടങ്ങിയത്, ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ മാസം ഏതെങ്കിലും ഒരെണ്ണം തീരും, അത് ഉറപ്പാണ്. അത് തീർന്നാൽ തന്നെയും ഒരു ചെറിയൊരു എമൗണ്ട് എൻ്റെതായ ഒരു സേവിങ്സിന് വേണ്ടി മിച്ചം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം, രണ്ടാമതായത് ഇന്നലെ തന്നെ ഒരു 18,000 രൂപയുടെ ഇമ്മീഡിയറ്റ് ആവശ്യം വന്നു. ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു EMIയുടെ ആവശ്യം. പക്ഷേ എൻ്റെ റണ്ണിങ് ബിസിനസ്സിൽ നിന്ന് ഞാൻ ചോദിക്കാതെ സ്റ്റുഡൻസ് വഴി എനിക്ക് പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നു. ഓട്ടോമാറ്റിക് ഞാൻ അറിയാതെ തന്നെ കയറി പോന്നു. കാരണം വെച്ചാൽ നമ്മുടെ യാത്ര ഇപ്പോൾ സ്മൂത്ത് ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സാർ എപ്പോഴും പറയുമ്പോൾ വാല്യൂസ് കൊടുത്താൽ മതി. ഞാൻ ഒരു ദിവസം നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ഓട്ടോമാറ്റിക് എൻ്റെ അക്കൗണ്ട് നിറയും, അക്കൗണ്ടിലോട്ട് ഫണ്ട് വരും. അത് എന്നെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ 18 ലീഡ്സ് ആണ് എൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഈ 18 ലീഡ്സിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 6,80,000 വരും. അതിൽ 250 കളക്ട് ചെയ്തു. ബാക്കിയെല്ലാം ഇങ്ങനെ നമ്മളിലോട്ട് എത്തുന്ന എമൗണ്ടിലോട്ട് ആയിട്ടുണ്ട്. ഇനി ആണ് എൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഒരു കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. Yes, വളരെ സന്തോഷം. കറക്റ്റ് ട്രാക്കിലേക്ക് വരുന്നുണ്ട്, എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വരുന്നുണ്ട്, ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ട്രാക്കിൽ കയറി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു ജേണി ശരിക്കും ഇത് ഫസ്റ്റ് ഹോളോ ഫ്രെയിം ആണ്, ഒരു 1CR ക്ലബിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഇപ്പോഴും ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ധാരാളം മെമ്പേഴ്സ് സിൽവറിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മറ്റ് പ്രോസസ്സ് ഒന്നും ചെയ്യാതെ കയ്യിൽ ഇത്രയും ഒരു നല്ല സാധ്യത ഉണ്ടായിട്ടും അത് കാണാതെ പോകുന്ന മെമ്പേഴ്സ് കുറച്ച് പേരെങ്കിലും എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരോട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ഓഫ്ലൈൻ മീറ്റ് കഴിഞ്ഞിട്ട് സാർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഒരു 1CR നേടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും കുറച്ചുപേരെ സഹായിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു വീട് വെച്ചെടുക്കും, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നോർമലാണ്. അപ്പം എനിക്ക് അന്നേരം മനസ്സിൽ തോന്നിയിരിക്കുന്നു, ഒരാൾക്കെങ്കിലും എന്നെ കൊണ്ട് ഡയമണ്ട് എടുക്കാൻ അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്, നടന്നില്ല. കുറച്ച് ദിവസം അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ സാറിന് എന്നെ മെസ്സേജ് അയച്ചു, ആരൊക്കെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാം. പക്ഷെ അപ്പോൾ സാറാണ് പറഞ്ഞത്, നിനക്ക് വേണ്ടി നീ അല്ലെങ്കിൽ രാകേഷിന് വേണ്ടി രാകേഷ് അല്ലാതെ വേറെ ആരും ഇനിഷ്യേറ്റീവ് എടുക്കില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ്, നമുക്ക് വേണ്ടി നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അതിലൊരു വാല്യൂസ് എന്ന് വെച്ചാൽ, എനിക്കായിട്ട് ആരെങ്കിലും ഒരാളെ സാറിന് ഫ്രണ്ടിൽ കൊണ്ട് തരാൻ പറ്റിയ അയാളുടെ ലൈഫ് ചേഞ്ച് ആകുമെന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എന്നാണോ അനൗൺസ്, ഞാൻ അടുത്ത ഡിസംബർ 1CR ആകും എന്നുള്ള കാര്യം ഞാൻ സാറിനോട് ഓപ്പണായിട്ട് പറയാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു കേസ്, ഞാൻ 1CR മെമ്പർ ആകുന്ന ആ സമയത്ത് സാറിന്റെ എത്ര വാല്യൂ ആയാലും ഡയമണ്ട്സിന്റെ ആ ഒരു വാല്യൂ ഫുൾ എമൗണ്ടിന് സാറിന് തന്ന്, സാറിനെ ഞാൻ കൃത്യമായിട്ട് സാറിന് അല്ലെങ്കിൽ ഇയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞാൻ പുള്ളിയെ പിക്ക് ചെയ്ത് സാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിക്കും. ആ പുള്ളിയുടെ ഫുള്ള് എമൗണ്ട് എനിക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്ത് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്കൊരു 6 പേരോളം എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചു. അതിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്നെക്കാളും ഹൈ ഏജിന് മുന്നിലുള്ള ആളാണ്, എന്നെക്കാളും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്, നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ വിഷമം ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം കോളിലൂടെ കേട്ടു. രാത്രി 9 മണിക്ക് തുടങ്ങിയ കോള് എനിക്ക് തീരുന്നത് 9:45 വരെയാണ്. പുള്ളി കരഞ്ഞു, ഫോണിൽ കൂടെ കരഞ്ഞു. കാരണം വെച്ചാൽ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നിട്ട് വേറെ ആരും മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ചെയ്തില്ല. അതാണ് പറഞ്ഞ ഒരു കാര്യം. അപ്പം ഞാൻ ഒരു റിപ്ലൈ ഇട്ടു. അപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, സാറിന് എപ്പോഴാണ് സമയമുള്ളത് അപ്പം എന്നെ വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. എൻ്റെ അടുത്ത് ചോദിച്ചൊരു 10 മിനിറ്റ് സമയം എനിക്കൊന്ന് സംസാരിക്കാൻ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറിന് എപ്പോഴാണ് സമയമുള്ളത് ഒന്ന് വിളിച്ചോളൂ. പുള്ളി വിളിച്ചിട്ട് സംസാരിച്ചെന്ന് വെച്ചാൽ, ലൈഫിൽ ഒരുപാട് പേര് ഒരു സഹായം അല്ലെങ്കിൽ ഒരു കൈത്താങ് ആവശ്യം ആയിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും ഡിസിഷൻ എവിടെ എടുക്കണമെന്ന് അറിഞ്ഞുകൂടാ, എപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരുപാട് പേര്
വെറുതെ ബിസിനസ്സിലോട്ട് ഒരുപാട് ഫണ്ട് ഇങ്ങനെ ഇട്ടോണ്ട് അതിൽ നിന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അവരോടത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, റൈറ്റ് പ്ലേസിൽ ഇട്ടോളൂ, കയറി വരാം. കാരണം വെച്ചാൽ നമുക്ക് സാർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് സ്വയമായിട്ട് നമ്മുടെ സ്വന്തം ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തോളൂ. ബിസിനസ് തനിയെ വളർന്നോളും. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി, കയറി വരാം. പുള്ളിയുടെ അടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും, വീഡിയോ, അതായത് പുള്ളിയും 10 ഡേയ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എനിക്ക് വീഡിയോ. പുള്ളി നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം. പുള്ളി ഞാൻ ആദ്യം പുള്ളിക്ക് ഒരു ഒൻറ്റു കൊടുത്തിരുന്നു. ഒൻറ്റു കൊടുത്തതെന്ന് വെച്ചാൽ പുള്ളി എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സൂമിൽ ചോദിച്ചു. പുള്ളിയെ ഞാൻ നേരിട്ട് കണ്ടു. ആ ഒരു മുഖമൊന്നുമല്ല ഇപ്പോൾ ആള്. ഞാൻ ഇന്നലെ കൂടെ പുള്ളിയുടെ വീഡിയോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കണ്ടു. വളരെ ചേഞ്ച് ആയിട്ട് നല്ല പോസ്റ്റ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നൊന്നും പേടിക്കണം, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഓപ്പണായിട്ട് സംസാരിച്ചു, ഞാൻ എന്നെ കൊണ്ട് ആവുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സാറുമായിട്ടൊന്ന് കൊണ്ടുവന്നെടുത്തോ, ഓട്ടോമാറ്റിക് ലൈഫ് ചേഞ്ച് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ആ പുള്ളി വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പുള്ളിയുടെ മുഖം, ആ ഒരു ഫേസിൽ വന്ന ഒരു മാറ്റം കണ്ടാൽ അറിയാം പുള്ളിയും ട്രാക്കിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വരാൻ വേണ്ടി ഒരിക്കലെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളവർ, ഞാൻ പറയുകയാണ്, 1 രൂപ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ, ഓട്ടോമാറ്റിക് വന്നോളും. കാരണം വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ എത്തിപ്പെടും എന്നുള്ളത് എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഞാൻ തെളിയിച്ചതാണ്. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ മാത്രം മതി, അവിടെ തനിയെ വന്നോളും. വരാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നോളൂ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ വരുന്ന ഓരോ സമയവും നമുക്ക് നല്ലതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിൽ, ട്രിവാൻഡ്രം സിറ്റി ക്ലബ്ബ് ഗ്രൂപ്പിൽ ഒത്തിരി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോ. കാരണം വെച്ചാൽ നമ്മൾ ഓരോ ദിവസം ഡൗൺ ആയി പോകുന്നതിനെക്കാട്ടി നല്ലത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രീ ആയാൽ അത്രയും നേരത്തെ നമുക്ക് വളരാൻ സാധിക്കും. അത്തിക്കുളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും ഞാൻ പൊതുവിൽ ഈ ഒരു കാര്യം പറയുന്നു, എത്രയും പെട്ടെന്ന് പറ്റുന്ന ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുന്നേ എത്തിക്കോളൂ, നമ്മൾ വിജയിക്കും. വളരെ സന്തോഷം. സോ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി സക്സസ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോം ആയ മെമ്പേഴ്സ്, പുതുതായിട്ട് വരുന്നവരെ കെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ആക്ഷൻസ് എടുക്കുക. ഓൾറെഡി കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ട്രാക്കിലേക്ക് വരാനായിട്ട്, കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ലൈവ് ഇംപ്ലിമെന്റേഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇതുവരെയും കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വെബിനാറിലൂടെ കാൽസോളിലേക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ രാകേഷ്, വളരെ സന്തോഷം. അടുത്ത ഡിസംബറിൽ നമുക്ക് ഒരു 1 ഇയർ അവാർഡുമായിട്ട് നമുക്കൊരു ഇന്റർവ്യൂവിൽ വീണ്ടും കാണാം. ഇതൊരു നല്ല തുടക്കമാണ്, ഇതൊരു മിഷനാണ്, ഒരുമിച്ച് കുറെ ആൾക്കാർ ചേരുന്ന ഒരു മിഷനാണ്. അപ്പം ഞാൻ ഗോൾ ബുക്ക് എഴുതുന്നുണ്ട്. അതിനുശേഷം സാറിന്റെ ഒരു വലിയൊരു ഇതാണ്, സാർ എപ്പോൾ മീറ്റിംഗിൽ പറഞ്ഞാലും ഗോൾ ബുക്ക് എഴുതാൻ പറയും. പക്ഷെ എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ആ ഓഫ്ലൈൻ മീറ്റ് വന്നപ്പോഴും ഗോൾ ബുക്ക് വാങ്ങാൻ പറ്റാത്തൊരു വിഷമത്തിൽ നടന്നു. അപ്പോൾ ഈ ഒരു ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നു. എനിക്കൊരു ഡയറി വാങ്ങണം എന്ന് ആയപ്പോൾ ഞാൻ തെരഞ്ഞു പിടിച്ച് പോയപ്പോൾ കിട്ടിയൊരു ഡയറിയാണ് ഈ ഒരു ഈ ഒരു ക്യാപ്ഷൻ. അത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അതിനങ്ങ് എടുത്തു. പൈസ ഒന്നും നോക്കിയിട്ടല്ല, എടുത്തു, എഴുതുന്നുണ്ട്. ഇന്ന് ഏകദേശം 40-45 ദിവസത്തോളമായി ഫുള്ള് എഴുതിയിട്ടുണ്ട്. ഒരേ കാര്യങ്ങളാണ് ഇതിൽ എഴുതിയ, പല കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും പുതിയ പുതിയ ഗോൾസുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. വിജയിക്കും. വളരെ സന്തോഷം. സോ നമുക്ക് അടുത്ത മീറ്റിംഗിൽ വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും. മുന്നോട്ട് പോവാം. നന്നായിട്ട് ഇപ്പോൾ ആയിരിക്കുന്ന അതേ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യുക, ഗ്രോത്തിലേക്ക് പോവാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.